like a Hellcat. ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അവിടെ കിടന്നൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യണം. അതിപ്പോൾ ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. ആ സൈഡിൽ ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണും. നമ്മുടെ ഗാലറി കിടക്കുന്ന മ്യൂസിക്കിനകത്ത് കിടക്കുന്ന എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്. അതിനായി നമ്മൾ ആ 3 വരയുള്ള അടുത്ത് പോയി ആ ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അത് അപ്ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനകത്ത് യൂട്യൂബിന് ലിങ്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് ടേക്ക് ഫോട്ടോയും റെക്കോർഡ് വീഡിയോ ഉണ്ട്. അതിനകത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തതല്ലേ അതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ക്ലാസ് വർക്ക് കൊടുത്തു നോക്കാം. അതിനായി ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. ഹോംവർക്ക് എന്നാണ് ഞാൻ കൊടുക്കുന്നത്.
ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുണ്ട്. ഞാൻ ചുമ്മാ അത് മാത്സ് എന്നാണ് കൊടുക്കുന്നത്. അത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ മാർക്ക് കൊടുക്കാനുണ്ട്. അത് അൺമാർക്കാക്കി ഇടാം. പിന്നെ ഇഷ്ടമുള്ള മാർക്കും ആഡ് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ് കൊടുക്കാം. പിന്നെ ടൈമും അതിനകത്ത് കൊടുക്കാം. ഇതിനകത്താണ് ടോപ്പിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം മാത്സ് കൊടുക്കുകയാണെങ്കിൽ മാത്സിൻ്റെ ആ ടോപ്പിക്കിൻ്റെ അടിയിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാൻ ഞാൻ അറിയാതെ ബൈക്ക് അടിച്ചു പോയി. ആ സിമ്പിളിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ആഡ് ചെയ്യാൻ സാധിക്കും. അത് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത പോലെ എല്ലാം അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനൊരു ഫയൽ ആഡ് ചെയ്യുകയാണ്. ചുമ്മാ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഇത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ഓണാക്കി ഇടുവാണെങ്കിൽ കുട്ടികൾക്ക് അതിനകത്ത് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടോ, അതിനകത്ത് വന്നിട്ടുണ്ട് ആ ഫോട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ക്ലാസ് വർക്കും കൂടെ കൊടുത്തു നോക്കാം. ഇപ്പം മാത്സിൻ്റെ അടിയിൽ ആ ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു തന്നു. ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ അടിക്കുകയാണ്. ഹോംവർക്ക് 2 എന്നാണ് അടിക്കുന്നത്. അതിൻ്റെ ഇൻസ്ക്രിപ്ഷൻ ഞാൻ സയൻസ് എന്നാണ് കൊടുക്കുന്നത്. എൻ്റെ മാർക്ക് ഇപ്പോൾ 50 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ടോപ്പിക്ക് ഇപ്പോൾ സയൻസ് എന്ന് കൊടുക്കുകയാണ്. പിന്നെ സേവ് അടിക്കുക. ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. പിന്നെ ടൈമും കൊടുക്കാം. ഇപ്പോൾ സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കി ഇടുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിനകത്ത് ആൻസർ ചെയ്യാൻ സാധിക്കും. രണ്ട് സെൻഡ് കൊടുത്തേക്കുക. ഇപ്പോൾ ഉണ്ടോ ആ ഹോംവർക്ക് 2 എന്നുള്ള സയൻസിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, സബ്ജക്റ്റും ക്ലാസ്സും ഒക്കെ. ഇപ്പോൾ നമുക്ക് എങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ വേറൊരു അക്കൗണ്ട് എടുത്ത് ജോയിൻ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ ജോയിൻ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കോഡ് ഇപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ക്ലാസ് കോഡ് ഇപ്പോൾ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ജോയിൻ കൊടുക്കുക. ഇപ്പോൾ ഒന്ന് ജോയിൻ ആവുന്നതായിരിക്കും. അത് ജോയിൻ ആയിട്ടുണ്ട്. നമ്മൾ മറ്റേതിനകത്തിട്ട എല്ലാ സാധനവും ഇതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. കണ്ടോ, എല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, കമ്പ്യൂട്ടറിലെ ഒരു ട്യൂട്ടോറിയൽ. ഏകദേശം അതും ഇതും സെയിം തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടോ, ആ ഹോംവർക്ക് എല്ലാം അതിനകത്ത് ഓപ്പണായി വരുന്നതായിരിക്കും. അതിന് നമുക്ക് ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആൻറ്റിന് കൊടുത്താൽ അത് സബ്മിറ്റ് ആകുന്നതായിരിക്കും. അത് സബ്മിറ്റ് ആയിട്ടുണ്ട്. അതുണ്ടോ, കുട്ടികൾക്കും അതിൻ്റെ നമ്മളിപ്പോൾ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അടി കൊടുത്ത സയൻസിൻ്റെ ഹോംവർക്കായിട്ട് അവിടെ കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് തന്നെ എടുക്കുകയാണ്. ഇതിനകത്ത് പുതിയൊരു സ്റ്റുഡൻറ്റ് ആഡായി വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ജോയിൻ ചെയ്ത സ്റ്റുഡൻറ്റ് അവർ അസൈൻ ചെയ്താൽ അവിടെ അസൈൻഡ് എന്ന് കാണിക്കും, ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത ആൻസർ ഇത് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.